വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 9ാമത്തെ പാഠഭാഗമായ ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ബാക്കി എല്ലാ പാഠഭാഗങ്ങളുടെയും എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ നോട്ട്സും ആക്ടിവിറ്റീസും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സെക്കൻഡ് ടേം എക്സാം, ക്രിസ്മസ് എക്സാമിൻ്റെ ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് വീഡിയോ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അപ്പോൾ കൂട്ടുകാരൊക്കെ പോയിട്ട് കാണാൻ ജസ്റ്റ് പ്ലേലിസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത് എന്ന് നോക്കാം. 9ാമത്തെ പാഠഭാഗമാണ് ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു കുട്ടിയും അച്ഛനും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണല്ലേ. അച്ഛനാണെന്ന് തോന്നുന്നു, അച്ഛൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. മീശപ്പുലിമലയിലേക്കുള്ള നമ്മുടെ ഇന്നലത്തെ യാത്ര നല്ല രസമായിരുന്നു അല്ലേ അച്ഛനോട് പറയാണ്. അപ്പം അച്ഛൻ പറയാണ്, അതെ, വളരെ നല്ലൊരു യാത്രയായിരുന്നു. മൊബൈൽ ഫോണിലെ ഡിജിറ്റൽ ഭൂപടം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞതുകൊണ്ട് നമുക്കവിടെ എളുപ്പത്തിൽ എത്താനായി എന്നാണ് പറയുന്നത്. ഭൂപടങ്ങളും ഗ്ലോബും ഒക്കെ നിരീക്ഷിച്ച് പുതിയ സ്ഥലങ്ങൾ കണ്ടെത്താനും വിവരങ്ങൾ ശേഖരിക്കാനും എന്തു രസമാണ്. അതെ, ഭൂപടങ്ങൾ ഒരു മികച്ച വിവര സ്രോതസ്സാണ്. നിത്യജീവിതത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി നാം വ്യത്യസ്ത ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. കടലാസുകളിൽ അച്ചടിച്ച ഭൂപടം മുതൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലൂടെ തയ്യാറാക്കിയ ഭൂപടങ്ങൾ വരെ നാം ഇന്ന് ഉപയോഗിക്കുന്നു. അപ്പോൾ കുട്ടി വീണ്ടും പറയാണ്, ഇനി അടുത്ത യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ പോകേണ്ട സ്ഥലങ്ങളും വഴികളും ഭൂപടം ഉപയോഗിച്ച് മുൻകൂട്ടി നിശ്ചയിച്ചാൽ നമുക്ക് സമയവും ലാഭിക്കാം, യാത്ര കൂടുതൽ രസകരമാവുകയും ചെയ്യും അല്ലേ അച്ഛാ എന്ന് പറയാണ്. അപ്പോൾ ഒരു അച്ഛനും കുട്ടിയും തമ്മിലുള്ള സംഭാഷണമാണ് എന്താണ് പറയുന്നത്. അവർ ഇന്നലെ മീശപ്പുലിമലയിലാണ് പോയത് അല്ലേ. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള വഴി കാണിച്ചു കൊടുത്തത് ആരാണ്? മൊബൈലിൻ്റെ ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഇനി നമുക്ക് താഴേക്ക് നോക്കാം. ഒരു കുട്ടി തൻ്റെ അച്ഛനോടൊപ്പം നടത്തിയ യാത്രയെക്കുറിച്ചുള്ള സംഭാഷണം വായിച്ചല്ലോ. ഭൂപടങ്ങൾ അവരുടെ യാത്രയിൽ എത്രത്തോളം സഹായകരമായിരുന്നുവെന്ന് കണ്ടില്ലേ? വാഹനങ്ങളിലും മൊബൈൽ ഫോണുകളിലുമൊക്കെ ഡിജിറ്റൽ ഭൂപടങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. യാത്രകളിൽ അത്തരം ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? സ്കൂളിലെ സാമൂഹ്യശാസ്ത്ര ലാബിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള വിവിധ തരം ഭൂപടങ്ങളും നിങ്ങൾക്ക് പരിചിതമാണ്. അപ്പോൾ എന്താണ്, ഇന്ന് നമുക്കറിയാം നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്താണ്? നമ്മുടെ ഗൂഗിൾ മാപ്പ് തന്നെയാണ് അല്ലേ. അപ്പോൾ എവിടേക്ക് നമ്മൾ പോകണമെങ്കിൽ നമ്മൾ ലൊക്കേഷൻ ഇട്ടിട്ട് നമ്മൾ പോവാറാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രമാണ് നമ്മുടെ ലൈഫിൽ എന്നുള്ളത്. നമുക്കൊരു സ്ഥലത്ത് കൃത്യമായി എത്തണമെങ്കിൽ നമുക്ക് ഈ ഒരു മാപ്പ് ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് പോകാൻ വേണ്ടി സാധിക്കും. ഇനി ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നാം ഭൂപടങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന്, ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനം മനസ്സിലാക്കുന്നതിന് നമുക്ക് ഭൂപടങ്ങൾ ആവശ്യമാണ്. ലക്ഷ്യസ്ഥാനത്തേക്കുള്ള വഴികൾ ശാസ്ത്രീയമായി കണ്ടെത്തുന്നതിനും ആവശ്യമാണ്. ഭൂപ്രകൃതി മനസ്സിലാക്കുന്നതിന് ആവശ്യമാണ്. അതുപോലെ തന്നെ വിഭവങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ അവിടെ എഴുതേണ്ടത് വിഭവങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ എന്ന് എഴുതി കൊടുക്കുക. ഇനി ഭൂപടത്തിൻ്റെയും ഗ്ലോബിൻ്റെയും ചിത്രങ്ങളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. അവ നിരീക്ഷിച്ച് നൽകിയിട്ടുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിൽ അവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ കണ്ടെത്തൂ. സാമൂഹ്യശാസ്ത്ര ലാബിലുള്ള ഗ്ലോബും ഭൂപടവും കൂടി ഇതിനായി പ്രയോജനപ്പെടുത്താനും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഗ്ലോബും തന്നിട്ടുണ്ട്, ഭൂപടവും തന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ എന്തൊക്കെയാണ്? ആകൃതി, അക്ഷാംശ രേഖാംശ രേഖകൾ, ഉപയോഗം, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നിങ്ങൾ വിലയിരുത്തൽ നടത്താൻ. ഇനി താഴെ നോക്കൂ. ഗ്ലോബുകളുടെയും ഭൂപടങ്ങളുടെയും ചില പ്രധാന സവിശേഷതകളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. അവ ഗ്ലോബുകളുടെ സവിശേഷതകൾ, ഭൂപടങ്ങളുടെ സവിശേഷതകൾ എന്നിങ്ങനെ തരംതിരിച്ച് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓരോന്ന് പറഞ്ഞു തരാം. ആദ്യത്തേത്, ഭൂമിയുടെ യഥാർത്ഥ മാതൃക എന്നുള്ളത് എന്താണ്? ഗ്ലോബിൻ്റെ സവിശേഷതയാണ്. ഇനി ഭൂമിയുടെ ദ്വിമാന ചിത്രീകരണം എന്ന് പറയുന്നതും ഗ്ലോബ് തന്നെയാണ്. ഇനി ഭൂമിയുടെ ഗോളാകൃതിയിലുള്ള ചിത്രീകരണം എന്താണ്? ഗ്ലോബ് തന്നെയാണ്. ഭൂമിയെ ഭാഗികമായോ പൂർണ്ണമായോ ഒരു പരന്ന പ്രതലത്തിൽ ചിത്രീകരിക്കുന്നതാണ് മാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അഥവാ ഭൂപടം എന്ന് പറയുന്നത്. ഇനി ഭൂമിയെ പൂർണ്ണമായും ചിത്രീകരിക്കുന്നതിനാൽ ഭൂമിയെ പറ്റിയുള്ള ഒരു സമഗ്രമായ ദൃശ്യബോധം പ്രദാനം ചെയ്യുന്നു. എന്താണ്? നമ്മുടെ ഗ്ലോബാണല്ലേ. ഗ്ലോബിൽ നമ്മൾ പൂർണ്ണമായിട്ട് നമുക്ക് ചിത്രീകരിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇനി രേഖാംശ രേഖകളും അക്ഷാംശ രേഖകളും നേർരേഖകളായി ചിത്രീകരിക്കുന്നത് ഏതിലാണ്? അത് മാപ്പിൽ, ഭൂപടത്തിലാണ്. ഇനി രേഖാംശ രേഖകൾ അർദ്ധവൃത്തങ്ങളായും അക്ഷാംശ രേഖകൾ കേന്ദ്രീകൃത വൃത്തങ്ങളായും ചിത്രീകരിക്കുന്നത് നമ്മുടെ ഗ്ലോബിലാണ്. ഇനി ഒരു നിശ്ചിത പ്രദേശത്തെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനും യാത്രക്കായ വഴികൾ ആസൂത്രണം ചെയ്യുന്നതിനും ഏറെ പ്രയോജകരം എന്താണ്? മാപ്പാണ്. കാരണം ഗ്ലോബ് ഉരുണ്ടതാണ്, അത് വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് മാപ്പ് അല്ലെങ്കിൽ ഭൂപടമാണ്. അപ്പോൾ ഇതിങ്ങനെയാണ് നിങ്ങൾ ക്ലാസിഫൈ ചെയ്തിട്ട് എഴുതേണ്ടത്. ഇനി അടുത്തത്, ഇനി പറയൂ, എന്താണ് ഭൂപടം എന്ന് പറയുന്നത്? ഭൂമിയെ പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ ഒരു പരന്ന പ്രതലത്തിൽ ചിത്രീകരിച്ചാണ് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നത്. ഇത്തരത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള പരന്ന പ്രതലങ്ങളെയാണ് നമ്മൾ എന്തു പറയുന്നത്? ഭൂപടങ്ങൾ എന്ന് പറയുന്നത്.
ഇനി ആവശ്യങ്ങൾ വ്യത്യസ്തം, ഭൂപടങ്ങളും വ്യത്യസ്തം. എല്ലാം നമുക്ക് ഒരേ ഭൂപടം വെച്ചുകൊണ്ട് എല്ലാം നോക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ഓരോന്നിനും അതിൻ്റേതായ രീതിയിലുള്ള ഭൂപടങ്ങൾ ഉണ്ടായിരിക്കും. എന്തെല്ലാം ആവശ്യങ്ങൾക്കായാണ് നാം ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത്? എന്തൊക്കെയാണ്? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഭൂപടങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഒരേ ഭൂപടം തന്നെ നമുക്ക് എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? ഇപ്പോൾ ഒരു ഭൂപടം എന്താ പറയുക, അതിൻ്റെ ഭൂപ്രകൃതിയെ കാണിക്കുന്ന ഭൂപടത്തിൽ നമുക്ക് പോയിട്ട് നമുക്കതിൻ്റെ വിഭവ സമ്പത്ത് കണ്ടെത്താൻ വേണ്ടി സാധിക്കുമോ? ഇല്ല. അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായ ഭൂപടങ്ങൾ ഉണ്ടായിരിക്കും. നമ്മുടെ ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്, അതിനനുസൃതമായ ഭൂപടങ്ങളും വ്യത്യസ്തമായിരിക്കും. ഭൂപടങ്ങളെ പ്രധാനമായും ചുവടെ നൽകിയിട്ടുള്ള 2 ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാം. ഒന്ന് ഭൂപടങ്ങൾ നിറവേറ്റുന്ന ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ, മറ്റൊന്ന് ഭൂപടങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന അളവ് അല്ലെങ്കിൽ തോതിൻ്റെ അടിസ്ഥാനത്തിൽ. ഈ 2 അടിസ്ഥാനത്തിലാണ് ഭൂപടങ്ങളെ നമുക്ക് തരംതിരിക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി ഭൂപടങ്ങളുടെ ചരിത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഭൂപട നിർമ്മാണത്തിൻ്റെ ചരിത്രം മനുഷ്യരാശിയുടെ ചരിത്രത്തോളം തന്നെ പഴക്കമുള്ളതാണ്. ആദിമ ഭൂപടങ്ങൾ കല്ലുകളിലും തടികളിലും കൊത്തിയുണ്ടാക്കിയിട്ടുണ്ട്. മണ്ണിലും മൃഗത്തോലിലും തുണിയിലും അവ നിർമ്മിച്ചിട്ടുണ്ട്. അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ഭൂപടം ഏതാണ്? BCE 2500 കാലഘട്ടങ്ങളിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. മെസൊപ്പൊട്ടോമിയയിലെ ഒരു കളിമൺ ഫലകത്തിൽ വരച്ച ഭൂപടമാണ്. ഭൂമി ഉരുണ്ടതാണെന്ന് 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് ഭൗമശാസ്ത്രജ്ഞനായ ടോളമി വിശ്വസിച്ചിരുന്നു. അതിനനുസരിച്ച് ഒരു ഭൂപടം നിർമ്മിക്കാൻ ടോളമി ശ്രമിച്ചിരുന്നു. CE 1400കളുടെ അവസാനത്തിൽ ഒരു അറ്റ്ലസിൽ അച്ചടിച്ചു വരുന്നതുവരെ ടോളമിയുടെ ഭൂപടങ്ങളെക്കുറിച്ച് പുറം ലോകത്തിന് അറിവില്ലായിരുന്നു. അതിനുശേഷം അവ കൊളംബസ്, കാബഡ്, മെഗല്ലൻ, ഡ്രേക്ക്, വെസ്പൂജി എന്നീ നാവികർക്ക് ഭൂമിശാസ്ത്ര വിവരങ്ങളുടെ ഉറവിടമായിട്ട് മാറി. ഇന്നും ടോളമി നിർമ്മിച്ച ഭൂപടത്തിന് ആധുനിക ഭൂപടങ്ങളോട് സാദൃശ്യമുണ്ട്. ഗ്രീക്ക്, അറബ് ഭൂമിശാസ്ത്രജ്ഞരാണ് ആധുനിക ഭൂപട നിർമ്മാണത്തിന് അടിത്തറ പാകിയത്. അതിപുരാതന കാലം മുതൽക്കേ ഇന്ത്യയിൽ ഭൂപടങ്ങൾ നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നതായി കരുതപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഭൂപടത്തിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ സാമൂഹ്യ ശാസ്ത്ര ലാബിലെ ഭൂപടങ്ങളുടെ തലക്കെട്ടുകൾ പരിശോധിച്ച് അവ ഏതൊക്കെയാണെന്ന് പട്ടികപ്പെടുത്താൻ വേണ്ടി പറയുന്നുണ്ട്. ഇവിടെ തന്നിട്ടുണ്ട് രാഷ്ട്രീയ ഭൂപടം, അതുപോലെ തന്നെ ഭൂപ്രകൃതി ഭൂപടം, ഗതാഗത ഭൂപടം, മണ്ണ് ഭൂപടം, പിന്നെന്താണ് കാലാവസ്ഥാ ഭൂപടം. കാലാവസ്ഥാ ഭൂപടം എന്ന് നമുക്ക് കൊടുക്കാം. ഓരോ ഭൂപടത്തിനും വ്യത്യസ്ത തലക്കെട്ടുകളാണെന്ന് ബോധ്യമായി. ഓരോ ഭൂപടവും നിറവേറ്റുന്ന ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് തലക്കെട്ടുകൾ നൽകിയിട്ടുള്ളത് അല്ലേ? ഇപ്പോൾ ഗതാഗത ഭൂപടം എന്ന് പറയുന്നത് ഗതാഗതത്തെക്കുറിച്ച് കാണിക്കുന്ന ഭൂപടമാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയത്തെക്കുറിച്ച് കാണിക്കുന്നത് രാഷ്ട്രീയ ഭൂപടമാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടം പരിശോധിക്കൂ. കേരളത്തിലെ ജില്ലകളുടെ വിവരങ്ങൾ അതിൽ നിന്നും കണ്ടെത്താനാവുന്നില്ലേ? ഇതുപോലെ ഒരു ഭൂഖണ്ഡത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ സംസ്ഥാനത്തിൻ്റെയോ രാഷ്ട്രീയ ഭൂപടങ്ങൾ നിരീക്ഷിച്ച് അവ പ്രദാനം ചെയ്യുന്ന വിവരങ്ങൾ പട്ടികപ്പെടുത്താൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ അത് ക്ലാസ് ടീച്ചറുടെ സഹായത്തോടു കൂടി നിങ്ങൾ സോഷ്യൽ സയൻസ് ലാബിൽ പോയിട്ട് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ എന്താണ് രാഷ്ട്രീയ ഭൂപടങ്ങളുടെ ധർമ്മം എന്ന് മനസ്സിലായില്ലേ? മണ്ണ് ഭൂപടമാകട്ടെ ഒരു പ്രദേശത്തെ വ്യത്യസ്ത തരം മണ്ണിനങ്ങളുടെ വിതരണത്തെ കാണിക്കുന്നതാണ്. അപ്പോൾ മണ്ണിൻ്റെ ഭൂപടം എന്ന് പറയുന്നത് ഏതൊക്കെ പ്രദേശത്ത് ഏതൊക്കെ തരത്തിലുള്ള മണ്ണുകളുണ്ട് എന്ന് നമുക്ക് വളരെ വേഗം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഒരു പ്രദേശത്തിൻ്റെ വ്യത്യസ്ത തരം മണ്ണിനങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ പ്രദാനം ചെയ്യുകയാണ് മണ്ണ് ഭൂപടത്തിൻ്റെ ധർമ്മം. എന്നാൽ ഇനി ഒരു ഭൂപ്രകൃതി ഭൂപടത്തിൻ്റെ ധർമ്മം എന്താണെന്ന് പറയൂ. എന്താണ്? ഭൂപ്രകൃതിയെക്കുറിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. ഓരോ ഏരിയയിലും ഏതൊക്കെ ഭൂപ്രകൃതിയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഇനി ഭൂപടത്തിൻ്റെ ധർമ്മം അതിൻ്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ? ഭൂപടങ്ങളെ അവ നിർവഹിക്കുന്ന ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുവെ 2ആയിട്ടാണ് തരംതിരിക്കുന്നത്. ഒന്ന് ഭൗതിക ഭൂപടം, മറ്റൊന്ന് സാംസ്കാരിക ഭൂപടം. ഇങ്ങനെ 2 തരത്തിലാണ് തരംതിരിക്കുന്നത്. ഇനി ഭൗതിക ഭൂപടത്തിൽ ഏതൊക്കെയാണ്? ഭൂപ്രകൃതി, മണ്ണ്, നദികൾ, കാലാവസ്ഥ, നൈസർഗിക സസ്യജാലങ്ങൾ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഭൗതിക ഭൂപടത്തിൽ ഉള്ളത്. ഇനി അടുത്തത് സാംസ്കാരിക ഭൂപടമാണ്. അതിലെ മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങൾ, ഉദാഹരണം രാജ്യങ്ങൾ, സംസ്ഥാനങ്ങൾ, ജില്ലകൾ തുടങ്ങിയ രാഷ്ട്രീയ വിഭാഗങ്ങളും റോഡുകൾ, റെയിൽപാതകൾ, തുറമുഖങ്ങൾ, ജനസംഖ്യാ വിതരണം തുടങ്ങിയവയൊക്കെയാണ് സാംസ്കാരിക ഭൂപടത്തിൽ ഉൾക്കൊള്ളുന്നത്. ചുവടെ ചേർത്തിട്ടുള്ള ഭൂപടങ്ങളെ ഭൗതിക ഭൂപടങ്ങളെന്നും സാംസ്കാരിക ഭൂപടങ്ങളെന്നും വേർതിരിച്ച് കണ്ടെത്താൻ പറയുന്നുണ്ട്. ഇതിൽ തന്നിട്ടുള്ളത് ഏതൊക്കെയാണ്? പ്രകൃതി ഭൂപടം, മണ്ണ് ഭൂപടം, കാലാവസ്ഥാ ഭൂപടം, നൈസർഗിക സസ്യജാല ഭൂപടം, നദീ വ്യവസ്ഥാ ഭൂപടം, രാഷ്ട്രീയ ഭൂപടം, ജനസംഖ്യാ ഭൂപടം, സാമ്പത്തിക ഭൂപടം, ഗതാഗത ഭൂപടം. ഇതിൽ ഏതൊക്കെയാണ് കൂട്ടുകാരെ ഭൗതിക ഭൂപടം എന്ന് പറയുന്നത്? ഒന്ന് മണ്ണ് ഭൂപടം, മറ്റൊന്ന്
ഭൂപ്രകൃതി ഭൂപടം, അതുപോലെ തന്നെ കാലാവസ്ഥാ ഭൂപടം, അതുപോലെ നദീവ്യവസ്ഥാ ഭൂപടം. ഇതൊക്കെയാണ് ഭൗതിക ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് അതിൽ നൈസർഗിക സസ്യജാല ഭൂപടങ്ങളും ഉൾപ്പെടും. ഇനി അടുത്തത് സാംസ്കാരിക ഭൂപടമാണ്. അതിൽ ഉൾക്കൊള്ളുന്നത് ഒന്ന് രാഷ്ട്രീയ ഭൂപടം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ജനസംഖ്യാ ഭൂപടം, സാമ്പത്തിക ഭൂപടം, അതുപോലെ തന്നെ ഗതാഗത ഭൂപടം. ഇതൊക്കെയാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. ഇനി വിവിധ ഭൗമോപരിതല സവിശേഷതകളും അവ ചിത്രീകരിച്ചിരിക്കുന്ന ഭൂപടങ്ങളുടെ പേരുകളും AB എന്നീ കോളത്തിൽ നൽകിയിട്ടുണ്ട്. വരകൾ ഉപയോഗിച്ച് അവയെ ചേരുംപടി ചേർക്കാനാണ് പറയുന്നത്. ഏതാണ്? എയിൽ മഴയുടെ വിതരണവുമായി ബന്ധപ്പെട്ടത് ഏതാണ്? കാലാവസ്ഥാ ഭൂപടമാണ്. ഇനി വനവിസ്തൃതിയുമായി ബന്ധപ്പെട്ടത് നൈസർഗിക സസ്യജാല ഭൂപടമാണ്. നെൽപ്പാടങ്ങളുടെ വിതരണം അതുമായി ബന്ധപ്പെട്ടത് കാർഷിക ഭൂപടമാണ്. റോഡ് ശൃംഖലയുമായി ബന്ധപ്പെട്ടത് ഗതാഗത ഭൂപടമാണ്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളിത് മാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി അടുത്തത് നോക്കൂ. നിങ്ങൾ വ്യത്യസ്ത തരം ഭൂപടങ്ങൾ പരിചയപ്പെട്ടു അല്ലേ? നമ്മൾ ഒരുപാട് ഭൂപടങ്ങളെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞു. അവയോരോന്നും വിവിധ ഭൗമോപരിതലത്തിലെ സവിശേഷതകളെ പ്രത്യേകം ചിത്രീകരിക്കുന്നവയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്ത ഭൗമോപരിതല സവിശേഷതകൾ ചിത്രീകരിക്കുന്നതിനായി പ്രത്യേക ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ? ചുവടെ ചേർത്തിട്ടുള്ള ഭൂപടങ്ങൾ നിരീക്ഷിക്കൂ. എന്തിനായിരിക്കും? നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും അല്ലേ? എല്ലാം കൂടെ ഒന്നിലായി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല, വളരെ ബുദ്ധിമുട്ടായിരിക്കും നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ. ഇവിടെ എന്താണ്? രണ്ടെണ്ണമാണുള്ളത് അല്ലേ? രണ്ട് രീതിയിലുള്ളതാണ്. ഒന്ന് സോയിലിൻ്റെയും അതുപോലെ തന്നെ മറ്റൊന്ന് ഫോറസ്റ്റിൻ്റെയുമാണ്. ഒന്നാമത്തെ ഭൂപടത്തിൽ ഇന്ത്യയിലെ മണ്ണിനങ്ങളുടെ വിതരണവും രണ്ടാമത്തേതിൽ ഇന്ത്യയിലെ നൈസർഗിക സസ്യജാലങ്ങളുടെ വിതരണവും ചിത്രീകരിച്ചിരിക്കുന്നു. ഈ രണ്ട് ഭൂപടങ്ങളിലുമുള്ള വിവരങ്ങളും ഒരേ ഭൂപടത്തിൽ ചിത്രീകരിക്കുകയാണെങ്കിൽ സങ്കല്പിക്കൂ. എന്താ ഉണ്ടാവുക? രണ്ടും കൂടെ നമുക്ക് ആകെ ആശയക്കുഴപ്പമുണ്ടാവും അല്ലേ? രണ്ട് ഭൂപടങ്ങളിലെയും വിവരങ്ങൾ കൂടിക്കലർന്ന് നമുക്ക് ഏറെ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും വിവരണ ശേഖരണം കൂടുതൽ സങ്കീർണമാക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പ്രധാന ഭൗമോപരിതല സവിശേഷതകൾ ഓരോന്നും പ്രത്യേക ഭൂപടങ്ങളായി ചിത്രീകരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു പ്രത്യേക വിഷയം മാത്രം പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളെ നാം വിഷയാധിഷ്ഠിത ഭൂപടങ്ങൾ എന്ന് പറയുന്നു. ഓക്കെ, വിഷയാധിഷ്ഠിത ഭൂപടങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ ഈ വിഷയാധിഷ്ഠിത ഭൂപടങ്ങളിൽ എന്താ ഉണ്ടാവുക? ഒരു കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഫോറസ്റ്റ് ആണെങ്കിൽ ഫോറസ്റ്റ് മാത്രമേ അതിലുണ്ടായിരിക്കുള്ളൂ, മറ്റത് ഉണ്ടായിരിക്കില്ല എന്ന് അർത്ഥം. ഇനി ഒരു അറ്റ്ലസ് പരിശോധിച്ച് ഇത്തരത്തിലുള്ള ഭൂപടങ്ങൾ കണ്ടെത്തി അവയുടെ സവിശേഷതകൾ തിരിച്ചറിയാൻ വേണ്ടി പറയുന്നുണ്ട്. ഇനി ഭൂപടങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന അളവിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ നമുക്ക് എങ്ങനെ വർഗീകരിക്കാമെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? നേരത്തെ അതിൻ്റെ സവിശേഷതയെ അടിസ്ഥാനമാക്കിയായിരുന്നു അല്ലേ? ഇനി അതിൻ്റെ അളവിനനുസരിച്ച് നമുക്ക് നോക്കാം. എല്ലാ ഭൂപടങ്ങളും ഒരു നിശ്ചിത അളവ് അഥവാ തോത് അടിസ്ഥാനമാക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്താണ് ഭൂപടങ്ങൾ തയ്യാറാക്കുന്നതിനായുള്ള തോത്? നിങ്ങളുടെ ക്ലാസ് മുറിയുടെ രൂപരേഖ ഒരു നോട്ട് ബുക്കിൽ വരച്ചു നോക്കൂ. നിങ്ങൾ ഓരോരുത്തരും വരച്ച രൂപരേഖകൾ ഒരേപോലെയാണോ? അല്ല എന്ന് ബോധ്യാവും അല്ലേ? അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് വരക്കുക. അപ്പോൾ അങ്ങനെയല്ലാതെ ഒരേ അളവിൽ വരക്കണമെങ്കിൽ നമ്മളൊരു സ്കെയിൽ അതൊരു തോതായിട്ട് എടുക്കണം. ഇപ്പം ഇത്ര സെൻറ്റിമീറ്റർ എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വരക്കുന്നത് ഒരേപോലെ ആയിരിക്കും. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മുടെ ഭൂപടത്തിനും അതിൻ്റേതായ തോതുണ്ട്. ഇപ്പോൾ കൃത്യമായ അളവിൽ ക്ലാസ് മുറിയുടെ യഥാർത്ഥ വിസ്തൃതി ഒരു രൂപരേഖ വരയ്ക്കുക സാധ്യമാണോ? തീർച്ചയായും അല്ല. അതെന്താണ്? വളരെ ബുദ്ധിമുട്ടാണല്ലേ? കാരണം ഒരു ക്ലാസ് മുറിയുടെ യഥാർത്ഥ വിസ്തൃതി ഒരു രൂപരേഖ വരയ്ക്കണമെങ്കിൽ നമുക്ക് അത്ര തന്നെ വിസ്തൃതിയുള്ള ഒരു കടലാസോ നോട്ട്ബുക്കോ വേണം അല്ലേ? എന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ട് നമുക്ക് വരയ്ക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഒരു പ്രദേശത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പ്രദേശത്തിൽ അത്രയും വലുപ്പത്തിൽ നമുക്ക് ഭൂപടം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുമോ? ഇല്ല. ഒരു പ്രദേശത്തിൻ്റെ ഭൂപടം കൃത്യമായ അളവിലും യഥാർത്ഥ വിസ്തൃതിയിലും തയ്യാറാക്കുന്നതിന് ഒരു പ്രദേശത്തിൻ്റെ അത്ര തന്നെ വലിപ്പമുള്ള ഒരു പ്രതലം അഥവാ ഒരു കടലാസ് ആവശ്യമാണ്. ഇത് സാധ്യമായ ഒരു കാര്യമാണോ? സാധ്യമാവോ? ഇല്ല. അത്രയും വലിപ്പമുള്ള എന്തെങ്കിലും പേപ്പറുകളോ എന്തെങ്കിലും കിട്ടുമോ? നമുക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ ഭൂപടം, അത് കേരളത്തിൻ്റെ അത്രയും വലിപ്പമുള്ള എവിടുന്ന് പേപ്പർ കിട്ടുക? അതൊക്കെ നടക്കുമോ? ഇല്ല, അതൊന്നും സാധ്യമല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തോത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ക്ലാസ് മുറിയുടെ രൂപരേഖ ഇനി തോതിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അത് നിങ്ങൾ വായിച്ച് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതുപോലെ തോത് അടിസ്ഥാനമാക്കി ഭൂപടങ്ങളും തയ്യാറാക്കുന്നത്. ഭൂമിയിലെ യഥാർത്ഥ അകലവും ഭൂപടത്തിലെ അകലവും തമ്മിലുള്ള അനുപാതമാണ് ഒരു ഭൂപടത്തിൻ്റെ തോത് എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഭൂപടത്തിൻ്റെ തോത് 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 1 കിലോമീറ്റർ എന്നാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ 1 സെൻറ്റിമീറ്റർ എന്നവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്താണ്? യഥാർത്ഥത്തിൽ 1 കിലോമീറ്റർ ആയിരിക്കും. ഇനി അതുകൊണ്ട് തന്നെ ഭൂപടത്തിൽ 1 സെൻറ്റിമീറ്റർ അകലം ഭൂമിയിലെ 1 കിലോമീറ്റർ അകലത്തെ സൂചിപ്പിക്കുന്നു. ഈ തോത് അടിസ്ഥാനമാക്കിയുള്ള ഒരു ഭൂപടത്തിൻ്റെ റോഡിൻ്റെ നീളം 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ യഥാർത്ഥത്തിൽ അത് എത്രയായിരിക്കും? 10 കിലോമീറ്റർ ആയിരിക്കും.
ഇനി എ സ്ഥലത്ത് നിന്ന് ബി എന്ന സ്ഥലത്തിലേക്കുള്ള ഭൂപടത്തിലെ ദൂരം 23 സെൻറ്റിമീറ്റർ ആണെങ്കിൽ യഥാർത്ഥത്തിൽ അതിൻ്റെ ദൂരം എത്രയായിരിക്കും? 230 കിലോമീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതനുസരിച്ച് തോത് നമ്മുടെ ഭൂപടത്തിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. ഇനി തോതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭൂപടങ്ങളുടെ വർഗീകരണമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഏതാണ്? വലിയ തോത് ഭൂപടങ്ങളും ചെറിയ തോത് ഭൂപടങ്ങളുമാണുള്ളത്. വലിയ തോത് ഭൂപടങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പ്രദേശത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ചിത്രീകരിക്കാൻ വേണ്ടി സാധിക്കുന്നു. ഉദാഹരണം താരാതലീയ ഭൂപടങ്ങളും വില്ലേജ് ഭൂപടങ്ങളും ഒക്കെ അത്രമാണ്. അവിടെ 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1/2 കിലോമീറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1/4 കിലോമീറ്റർ ആയിരിക്കും. ഇനി ചെറിയ തോത് ഭൂപടം എന്ന് പറയുന്നത് ഒരു പ്രദേശത്തെ സംബന്ധിച്ച കേവലമായ വിവരങ്ങൾ മാത്രമായിട്ടാണ് അവിടെ ചിത്രീകരിക്കുന്നത്. ഇത് ലോക ഭൂപടങ്ങൾ, ഇന്ത്യ ഭൂപടം, കേരളത്തിൻ്റെ ഭൂപടം, ഇതൊക്കെ എന്താണ്? ഇത്തരത്തിലുള്ള ചെറിയ തോത് ഭൂപടമാണ്. അവിടെ ഉദാഹരണമായിട്ട് 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം 25 കിലോമീറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 കിലോമീറ്റർ ആയിരിക്കും. അങ്ങനെ വലിയ തോതാണ് അവിടെ കാണിക്കുന്നത്. അവിടെ എന്താണ്? കിലോമീറ്ററുകൾ കൂടുതലായിരിക്കും, പക്ഷെ ചെറിയ തോതിലാണ് ഭൂപടങ്ങളിൽ ചിത്രീകരിച്ചിട്ടുണ്ടാവുക. അത് ഇത്തരത്തിലുള്ള ലോക ഭൂപടങ്ങൾ, ഇന്ത്യ ഭൂപടങ്ങൾ, കേരളത്തിൻ്റെ ഭൂപടങ്ങൾ എന്നൊക്കെ ഇത്തരത്തിലുള്ള ഭൂപടങ്ങളാണ്. ഇനി ചാർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സവിശേഷതകൾ വിശകലനം ചെയ്ത് വലിയ തോത് ഭൂപടങ്ങളും ചെറിയ തോത് ഭൂപടങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ തിരിച്ചറിഞ്ഞ് കുറിപ്പ് തയ്യാറാക്കാൻ പറയുന്നുണ്ട്. അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സിൽ ഡിസ്കസ് ചെയ്യാം. ഇനി വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പഞ്ചായത്തിൻ്റെയോ മുനിസിപ്പാലിറ്റികളുടെയോ ഭൂപടങ്ങളും താരാതലീയ ഭൂപടങ്ങളും ഡൗൺലോഡ് ചെയ്യുക. സാമൂഹ്യശാസ്ത്ര ലാബിലെ ഭൂപടങ്ങളും അറ്റ്ലസിലെ ഭൂപടങ്ങളും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ഭൂപടങ്ങളും താരതമ്യം ചെയ്ത് തോത് അടിസ്ഥാനമാക്കി വർഗീകരിക്കാനും പറയുന്നുണ്ട്. ഇനി വിവിധതരം ഭൂപടങ്ങൾ, അവയുടെ വർഗീകരണം എന്നിവയെ പറ്റി നമ്മളിപ്പോൾ മനസ്സിലാക്കി അല്ലേ? ഇനി ഭൂപടങ്ങളിൽ നിന്നും നമുക്ക് എങ്ങനെ വിവരശേഖരണം നടത്താമെന്ന് നോക്കാം. ഭൂപടങ്ങൾ പരിശോധിച്ച് വിവരങ്ങൾ കണ്ടെത്തുന്നതിന് അഥവാ ശേഖരിക്കുന്നതിന് ഭൂപട വായന എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ് പറയുക? ഭൂപട വായന എന്ന് പറയുന്നു. ഭൂപട വായനയ്ക്ക് സഹായകമായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 അതിൻ്റെ തലക്കെട്ട്, 2 തോത്, 3 ദിക്ക്, അക്ഷാംശ രേഖകൾ, രേഖാംശ രേഖകൾ, അംഗീകൃത നിറങ്ങൾ, ചിഹ്നങ്ങൾ, സൂചികകൾ. ഇതൊക്കെയാണ് നമ്മൾ ഭൂപട വായനയ്ക്ക് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. കാരണം തലക്കെട്ട് അറിഞ്ഞാലാണ് ഇത് എന്ത് ഭൂപടമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. തോത് അറിഞ്ഞാലാണ് ഇത് എത്രത്തോളം ഇത് ശരിക്കും എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. പിന്നെ അതിൻ്റെ അക്ഷാംശ രേഖാംശം അറിഞ്ഞാലാണ് ലൊക്കേഷൻ അറിയാൻ വേണ്ടി സാധിക്കുള്ളൂ. അതുപോലെ നിറങ്ങൾ ഏതൊക്കെയാണ് ഡിനോട്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇത്രയും സൂചികകളും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സൂചികകൾ താഴെ ഈ കാണുന്നതാണ് സൂചികകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഭൂപടം നോക്കൂ, ഇവിടെ 1 എന്ന് കൊടുത്തിട്ടുള്ളത് തലക്കെട്ടാണ്, കേരള ഭൂപ്രകൃതി എന്നുള്ളത്. ഇനി തോത് ഇവിടെ നോക്കൂ, തോത് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഇതിലെ ഓരോന്നും 100 കിലോമീറ്ററിനെയാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ദിക്കാണ്. ദിക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് എന്നുള്ളതാണ് അതിൻ്റെ ദിക്ക്. ഇനി അക്ഷാംശ രേഖാംശയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതും കൂടെ മനസ്സിലാക്കുക. അംഗീകൃത നിറങ്ങൾ ബ്രൗണ്, പച്ച, അതുപോലെ തന്നെ മഞ്ഞ, ഇതാണ് അംഗീകൃത നിറങ്ങൾ. സൂചിക താഴെ കൊടുത്തിട്ടുണ്ട്, സൂചിക എന്ന് പറഞ്ഞ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണമെങ്കിൽ മാത്രമേ നമുക്കൊരു ഭൂപട വായന നടത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇനി തലക്കെട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഭൂപടത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള പ്രധാന ഭൗമോപരിതല സവിശേഷതയാണ് തലക്കെട്ട് എന്ന് പറയുന്നത്. നൽകിയിട്ടുള്ള ഭൂപടത്തിൻ്റെ തലക്കെട്ട് എന്താണ്? കേരളത്തിൻ്റെ ഭൂപ്രകൃതി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഭൂപ്രകൃതി എന്ന തലക്കെട്ടിലാണത് നൽകിയിട്ടുള്ളത്. ഇനിയുള്ള സാമൂഹ്യശാസ്ത്ര ലാബിലെ ഭൂപടങ്ങൾ നിരീക്ഷിച്ച് അവയുടെ ഉള്ളടക്കവും തലക്കെട്ടവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഉള്ളടക്കം എന്തിനെ കുറിച്ചിട്ടാണോ അതുള്ളത്, അതും അതിൻ്റെ തലക്കെട്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് മനസ്സിലാക്കുക. നമ്മൾ നേരത്തെ കണ്ടത് എന്താണ്? കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ കുറിച്ചിട്ടുള്ള ഒരു മാപ്പാണ്. ഇതിൻ്റെ തലക്കെട്ട് കൊടുത്തിട്ടുള്ളതും അത് തന്നെയാണ്. അപ്പോൾ ഉള്ളടക്കവും തലക്കെട്ടും തമ്മിൽ നല്ല ബന്ധമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇനി അടുത്ത തോതാണ്. തോത് അടിസ്ഥാനമാക്കിയാണ് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതെന്ന് നമുക്കറിയാം. ഭൂതലത്തിലെ 2 സ്ഥലങ്ങൾ തമ്മിൽ അകലവും ഭൂപടത്തിലെ അതേ 2 സ്ഥലങ്ങളുടെ അകലവും തമ്മിലുള്ള അനുപാതമാണ് തോത് എന്ന് പറയുന്നത്. ഒരു നദിയുടെയോ റോഡിൻ്റെയോ റെയിൽപാതയുടെയോ നീളം, ഒരു പ്രദേശത്തിൻ്റെ വിസ്തൃതിയോ ഒരു ഭൗമോപരിതല സവിശേഷതയുടെ വ്യാപ്തിയോ ഒക്കെ ഭൂപടം ഉപയോഗിച്ച് കൃത്യമായി കണക്കാക്കുന്നത് ഈ തോത് അടിസ്ഥാനമാക്കിയാണ്. ഇനി ഭൂപടത്തിലെ തോത് അടിസ്ഥാനമാക്കി റോഡിൻ്റെ യഥാർത്ഥ നീളം കണ്ടുപിടിച്ചത് നമ്മൾ മനസ്സിലാക്കി അല്ലേ? അതുപോലെ സാമൂഹ്യശാസ്ത്ര ലാബിലുള്ള ഭൂപടങ്ങളിലെ തോത് അടിസ്ഥാനമാക്കി പ്രദേശങ്ങൾ തമ്മിലുള്ള അകലവും റോഡിൻ്റെയും നദിയുടെയും റെയിൽപാതത്തിൻ്റെയും യഥാർത്ഥ നീളവും കണ്ടെത്തി എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. ചിത്രത്തിൽ കാണുന്ന പോലെ റോഡിൻ്റെയും നദിയുടെയും നീളം അളക്കാൻ ഒരു ചരട് ഉപയോഗിക്കാനും നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആ ചരട് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് നീളവും ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും.
ഇനി ചരട് ഉപയോഗിച്ച് റോഡിൻ്റെയോ നദിയുടെയോ നീളം കണ്ടെത്തുക. പിന്നീട് ഒരു സ്കെയിലിൻ്റെ സഹായത്തോടെ നീളം അളന്നെടുക്കുക. ഭൂപടത്തിലെ തോത് അടിസ്ഥാനമാക്കി യഥാർത്ഥ നീളം കണ്ടെത്തുക. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇവിടെ 7 സെൻറ്റിമീറ്റർ ആണ് ലഭിച്ചിരിക്കുന്നത് എങ്കിൽ ആ ഭൂപടത്തിലെ 1 സെൻറ്റിമീറ്റർ ഭൗമോപരിതലത്തിലെ 1 കിലോമീറ്റർ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെ 7 കിലോമീറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ 7 കിലോമീറ്റർ ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഭൂപടങ്ങളിലെ തോത് രേഖപ്പെടുത്താൻ പൊതുവെ 3 രീതികളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്ന് പ്രസ്താവന രീതി, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്കെയില്. 2 ഭിന്നക രീതി, റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ഓഫ് ഓർ RF. മറ്റൊന്നെന്ന് പറയുന്നത് രേഖീയ രീതി, ലൈനിയർ സ്കെയിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രസ്താവന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസ്താവന രീതിയിൽ തോത് എഴുതുന്നത് എങ്ങനെയാണെന്ന് അറിയുമോ? ഉദാഹരണമായിട്ട് 1 സെൻറ്റിമീറ്റർ അകലം ഭൂതലത്തിലെ 1 കിലോമീറ്ററിനെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 1 കിലോമീറ്റർ. ഇത് ഏതൊരാൾക്കും പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും പ്രസ്താവന രീതി എന്ന് പറയുന്നത്. ഇനി അടുത്ത ഭിന്നക രീതിയാണ്. അവിടെ എന്താണ്? RF എന്ന് പറയുന്നത് 1:1,00,000 എന്ന രീതിയിൽ ആയിരിക്കും എഴുതിയിട്ടുണ്ടായിരിക്കാം. ഇതിനെയാണ് ഭിന്നക രീതി എന്ന് പറയുന്നത്. ഭൂപടത്തിലെ 1 യൂണിറ്റ് ദൂരം എന്ന് പറയുന്നത് ഭൂതലത്തിലെ എത്രയാണ്? 10, 100, 1000, 10,000, ലക്ഷം അല്ലേ? ലക്ഷം യൂണിറ്റുകൾക്ക് തുല്യമാണ്. അപ്പോൾ അങ്ങനെയും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. അതിനെയാണ് ഭിന്നക രീതി എന്ന് പറയുന്നത്. ഇവിടെ ഭൂതലത്തിലും ഭൂപടത്തിലുമുള്ള അകലം ഒരേ ഏകകത്തിലാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഉദാഹരണമായിട്ട് ഇവിടെ അകലം സൂചിപ്പിക്കുന്നതിനായി സെൻറ്റിമീറ്റർ എന്ന ഏകകമാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് കരുതുക. അപ്പോൾ ഈ ഭിന്നക രീതിയിലുള്ള തോത് അർത്ഥമാക്കുന്നത് ഭൂപടത്തിലെ 1 യൂണിറ്റ് അകലം, അതായത് 1 സെൻറ്റിമീറ്റർ ഭൂതലത്തിലെ 1,00,000 സെൻറ്റിമീറ്റർ അകലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി 1,00,000 സെൻറ്റിമീറ്റർ 1 കിലോമീറ്റർ ആണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ ഭൂപടത്തിലെ 1 സെൻറ്റിമീറ്റർ ഭൂതലത്തിലെ 1,00,000 സെൻറ്റിമീറ്റർ അഥവാ 1 കിലോമീറ്റർ ആണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ അവിടെ സെൻറ്റിമീറ്ററിലാണ് 1 തന്നിട്ടുള്ളത്. ആ സെൻറ്റിമീറ്റർ എത്ര കിലോമീറ്ററിലാണ് കൺവേർട്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് അവിടെ ഭിന്നക രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇവിടെ രേഖീയ രീതിയാണ് അടുത്തതായിട്ട് നോക്കുന്നത്. ലൈനിയർ സ്കെയിലാണ്. ചിത്രത്തിൽ നൽകിയിട്ടുള്ള രീതിയിൽ തോത് വരച്ച് രേഖപ്പെടുത്തുന്ന രീതിയാണ് രേഖീയ രീതി എന്ന് പറയുന്നത്. ഭൂപടങ്ങൾ നിരീക്ഷിച്ച് രേഖീയ രീതിയിലുള്ള തോതുകൾ പരിചയപ്പെടാൻ വേണ്ടി പറയുന്നുണ്ട്. ഇനി അടുത്ത ദിക്കുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദിക്കുകളെ പറ്റിയുള്ള ധാരണ നിങ്ങൾക്ക് മുൻ ക്ലാസ്സുകളിൽ ലഭിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ്? ഭൂപടത്തിൻ്റെ മുകളിൽ N എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഏത് ദിക്കാണെന്ന് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. ഇത് ഭൂപടത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന പ്രദേശത്തിൻ്റെ വടക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. ഭൂപടത്തിൻ്റെ സഹായത്തോടെ നാം ഒരു യാത്ര പോകുന്നുവെന്ന് കരുതൂ. അങ്ങനെയാണെങ്കിൽ ഒരു വടക്ക് നോക്കി യന്ത്രം ഉപയോഗിച്ച് വടക്ക് കണ്ടെത്തി ഭൂപടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വടക്ക് നോക്കി യന്ത്രത്തിന് അനുസൃതമായി ക്രമീകരിച്ചാൽ മാത്രമേ ദിശ തെറ്റാതെ നമുക്ക് സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇവിടെ ഈ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് വടക്ക് നോക്കി യന്ത്രം എന്ന് പറയുന്നത്. ഇനി ക്ലാസ്സിൽ ഒരു കോമ്പസ് ഉപയോഗിച്ച് വടക്ക് ദിശ കണ്ടെത്തിയതിന് ശേഷം ഭൂപടങ്ങൾ അതനുസരിച്ച് ക്രമീകരിച്ച് നോക്കാനും പറയുന്നുണ്ട്. ഇനി ഭൂപടത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള ഭൗമ സവിശേഷതകളുടെ സ്ഥാനം, അതിൻ്റെ കിടപ്പ്, നദിയുടെ ഒഴുക്കിൻ്റെ ദിശ എന്നിവയെ കണ്ടെത്തി വിവരങ്ങൾ ശേഖരിച്ച് ഭൂപട വായനയും അതിൻ്റെ ഭാഗമാണ്. ഇനി അടുത്ത ചുവടെ നൽകിയിരിക്കുന്ന രൂപരേഖ പരിശോധിച്ച് പട്ടിക പൂർത്തിയാക്കാനാണ് പറയുന്നത്. ഇവിടെ ഒരു സ്കൂളാണ്. സ്കൂളിൻ്റെ ഓരോ ഭാഗങ്ങളാണ് ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. ഇനി ഇവിടെ ഒന്നാമത്തേത്, സ്കൂൾ മൈതാനത്തിൻ്റെ ഏത് ദിക്കിലാണ് സ്കൂൾ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? വടക്കാണ്. ഓക്കെ, ഇനി സ്കൂൾ കെട്ടിടത്തിൻ്റെ ഏത് ദിക്കിലാണ് കുടിവെള്ള സംഭരണി സ്ഥിതി ചെയ്യുന്നത്? പടിഞ്ഞാറ് ദിശയിലാണ്. ഓക്കെ, ഇനി സ്കൂൾ കെട്ടിടത്തിൽ നിന്നും ഏത് ദിശയിലേക്ക് സഞ്ചരിച്ച ശൗചാലയത്തിൽ എത്തിച്ചേരാം? കിഴക്കോട്ട് സഞ്ചരിച്ചാലാണ്. ഓക്കെ, കിഴക്കോട്ട് സഞ്ചരിച്ചാൽ. കിണർ കുടിവെള്ള സംഭരണിയുടെ ഏത് ദിക്കിലായി സ്ഥിതി ചെയ്യുന്നു? തെക്ക് ദിശയിലാണ്. ഓക്കെ, തെക്ക് ദിക്കിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് ഒരു ഗെയിമാണ്, ദിക്ക് കണ്ടെത്താനുള്ള ഗെയിമാണ്. അത് കൂട്ടുകാർ വായിച്ച് ക്ലാസ്സിൽ ചെയ്തു നോക്കുക. ഇനി അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളുമാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഭൂപടങ്ങളിൽ മനുഷ്യനിർമ്മിതവും പ്രകൃതിദത്തവുമായ വിവിധ ഭൗമോപരിതല സവിശേഷതകൾ ചിത്രീകരിക്കുന്നുവെന്ന് നമുക്കറിയാം അല്ലേ? ഓരോ ഭൗമോപരിതല സവിശേഷതകളും വ്യത്യസ്ത നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിച്ചാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള നിറങ്ങളും ചിഹ്നങ്ങളുമാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഭൂപടങ്ങളിൽ ഭൂവിവരങ്ങൾ ചിത്രീകരിക്കാൻ ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് അറിയുമോ? ഏതൊരു രാജ്യത്തുള്ളവർക്കും ആശയക്കുഴപ്പമില്ലാതെ ഏതൊരു രാജ്യത്ത് നിർമ്മിച്ച ഭൂപടവും വായിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള അംഗീകൃത ചിത്രങ്ങളും നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ഭൂപടം കണ്ടു കഴിഞ്ഞാൽ ആർക്കും വളരെ ഈസി ആയിട്ട് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇനി ഓരോ നിറമാണ് കൊടുക്കുന്നത് എങ്കിലോ ആശയക്കുഴപ്പം ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും
ചിത്രങ്ങളും നൽകുന്നത്. ഇനി മനുഷ്യനിർമ്മിതവും പ്രകൃതിദത്തവുമായ ഭൂവിവരങ്ങൾ ഒരുമിച്ച് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളിലാണ് പൊതുവെ ഇത്തരം നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിക്കുന്നത്. ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള നിറങ്ങളും ചിഹ്നങ്ങളുമാണ് പട്ടികയിൽ നൽകിയിട്ടുള്ളത്. പട്ടിക പരിശോധിച്ച് ഓരോന്നും ഏത് ഭൂവിവരത്തെ സൂചിപ്പിക്കുന്നുവെന്ന് കണ്ടെത്താൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പച്ച എന്ന് പറയുന്നത് എന്താണ്? നൈസർഗിക സസ്യജാലങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മഞ്ഞ എന്ന് പറയുന്നത് കൃഷിയിടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ചുവപ്പ് എന്ന് പറയുന്നത് പാർപ്പിടങ്ങൾ അല്ലെങ്കിൽ റോഡുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. കറുപ്പ് തീവണ്ടി പാത, അക്ഷാംശ രേഖാംശ രേഖകൾ, അതുപോലെ തന്നെ ടെലിഫോൺ ലൈൻ, ഇതിനൊക്കെയാണ് നമ്മൾ കറുപ്പ് പൊതുവെ ഉപയോഗിക്കാറുള്ളത്. നീല എന്ന് പറയുന്നത് ജലാശയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. തവിട്ട് നിറം ഉപയോഗിക്കുന്നത് പാറക്കൂട്ടങ്ങൾ, മണൽ കൂണകൾ, കുന്നുകൾ, ഇതിനൊക്കെ റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ടാറിട്ട റോഡിനാണ് നമ്മൾ ഇതുപോലെ 2 വരകൾ കൊടുക്കാറുള്ളത്. തീവണ്ടി പാതയ്ക്ക് ഇതേപോലെ കൊടുക്കും, അരുവി കൊടുക്കും, അതുപോലെ നദി. അപ്പോൾ ഓരോന്നും മനസ്സിലാക്കുക. ക്രിസ്ത്യൻ പള്ളിക്ക് നമ്മൾ ആ ഒരു ഇൻഡു ചിഹ്നം കൊടുക്കുന്നു, ക്ഷേത്രത്തിന് കൊടുക്കുന്നു, മുസ്ലിം പള്ളി. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ചിത്രം നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കണം. പാർപ്പിടങ്ങൾ നോക്കൂ, അതുപോലെ പോസ്റ്റ് ഓഫീസ്, കിണർ, പോലീസ് സ്റ്റേഷന്, കോട്ട, പാലം, കുളം, കുഴൽ കിണർ, ശ്മശാനം, ഇതിനൊക്കെ കൊടുക്കുന്ന ചിഹ്നങ്ങളും അതുപോലെ നിറങ്ങളുമാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി വ്യത്യസ്ത നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിച്ച് ഭൂവിവരങ്ങൾ ചിത്രീകരിച്ചിട്ടുള്ള ഒരു സ്കെച്ചാണ് ചുവടെ നൽകിയിരിക്കുന്നത്. സ്കെച്ച് നിരീക്ഷിച്ച് ഓരോ ഭൂവിവരങ്ങളും അവ ചിത്രീകരിക്കാൻ ഉപയോഗിച്ച നിറങ്ങളും ചിഹ്നങ്ങളും തിരിച്ചറിഞ്ഞ് സ്കെച്ചിനോടൊപ്പം രേഖപ്പെടുത്താൻ വേണ്ടി പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് കൂട്ടുകാർ ഒന്ന് നോക്കുക. ആ 2 മേലെ കൊടുത്തിട്ടുള്ള പട്ടിക നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊന്ന് വരച്ചു കൊടുക്കുകയും ബാക്കി സവിശേഷതകൾ എഴുതി കൊടുക്കുകയും ചെയ്തു നോക്കുക. ഇനി അടുത്തത് സൂചികയെ കുറിച്ചിട്ടാണ് പറയുന്നത്. മുകളിൽ പറഞ്ഞിട്ടുള്ള രൂപരേഖയുടെ ഒരു സൂചിക തയ്യാറാക്കിയത് എങ്ങനെയാണെന്ന് തിരിച്ചറിഞ്ഞു അല്ലേ? ആ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ആ ഒരു ഭൂപടത്തിൻ്റെ നമ്മൾ നോക്കിയതിൻ്റെ അടിയിലായിട്ട് സൂചിക കൊടുത്തിട്ടുണ്ട്. ഭൂപട വായനയ്ക്ക് അനിവാര്യമായ ഒരു ഘടകമാണ് സൂചിക എന്ന് പറയുന്നത്. ഭൂപടങ്ങളിലെ നിറങ്ങൾ, ചിഹ്നങ്ങൾ, അടയാളങ്ങൾ തുടങ്ങിയവ ഓരോന്നും എന്തിനെ സൂചിപ്പിക്കുന്നുവെന്നും കാണിക്കുന്നതാണ് സൂചിക എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ നിറവും എന്തിനെയാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് ഭൂപടം വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും ഇപ്പോൾ ഈ നിറങ്ങളും ചിഹ്നങ്ങളും ഒന്നും അറിയണമെന്നില്ല. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് മനസ്സിലാക്കാൻ വേണ്ടി സൂചിക ഉപയോഗിക്കണം. ഇനി അടുത്തത് അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഭൂമിയിലെ ഓരോ പ്രദേശത്തിൻ്റെയും ഭൗമോപരിതല സവിശേഷതകളുമൊക്കെ സ്ഥാനം കൃത്യമായി തിരിച്ചറിയുന്നതിനും വിവരങ്ങൾ ശേഖരിക്കുന്നതിനും അക്ഷാംശ രേഖാംശകൾ അനിവാര്യമാണ്. മുൻ ക്ലാസ്സുകളിൽ അക്ഷാംശ രേഖാംശങ്ങളുടെ സവിശേഷതകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അല്ലേ? നമ്മൾ ഭൂമിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്ഥാനം മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളും എവിടെയാണെന്ന് മനസ്സിലാക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ എന്ത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ? അതിൻ്റെ സ്ഥാനം കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇന്ത്യയുടെ ഭൂപരം പരിശോധിച്ച് ഇന്ത്യയുടെ സ്ഥാനം ഏതൊക്കെ അക്ഷാംശ രേഖാംശ രേഖകൾക്കിടയിലാണെന്ന് കണ്ടെത്തി എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. ഇനി അപ്പോൾ കൂട്ടുകാരെ നോക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻറ്റ് നോട്ട്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഭൂപടങ്ങളിൽ നിന്നും ഭൗമോപരിതല സവിശേഷതകളെ പറ്റിയുള്ള വിവരങ്ങൾ വായിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് ധാരണ നമുക്കിപ്പോൾ മനസ്സിലായി അല്ലേ? ഇനി അവ ശേഖരിക്കാനും സൂക്ഷിച്ചു വെക്കാനും അപഗ്രഥിക്കുവാനും പ്രയോജനപ്പെടുത്തുവാനും ഇന്ന് നിരവധി നൂതന സങ്കേതങ്ങൾ നിലവിലുണ്ട്. ശാസ്ത്ര സാങ്കേതിക വിദ്യയിലുണ്ടായ പുരോഗതി ഭൗമോപരിതല സവിശേഷതകളുടെ വിവരശേഖരണം, വിശകലനം, അവതരണം, ചിത്രീകരണം, ഭൂപട നിർമ്മാണം തുടങ്ങിയവയിൽ അഭൂതപൂർവമായ മാറ്റങ്ങൾ വഴിയൊരുക്കി. ഇത്തരം നൂതന സങ്കേതങ്ങൾ എന്തെല്ലാമാണ് നമുക്ക് ചർച്ച ചെയ്യാം. കഥകളിലും മറ്റും കേട്ടിട്ടുള്ള ഒരു മാന്ത്രിക കണ്ണാടി നിങ്ങൾക്ക് ലഭിച്ചെന്ന് കരുതൂ. നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന വിദൂരതയിലുള്ള ഒരു ചരിത്ര നിർമ്മിതി ആ മാന്ത്രിക കണ്ണാടിയിൽ തെളിഞ്ഞു വരുന്നു. ആ ചരിത്ര നിർമ്മിതിയുടെ സ്ഥാനം, നിങ്ങളുടെ സ്ഥാനം, അവിടേക്ക് പോകാനുള്ള വഴി തുടങ്ങിയവയൊക്കെ ആ കണ്ണാടി കാട്ടിത്തരുന്നു. അതിശയമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ഇതുപോലെ തന്നെ മുമ്പ് മാന്ത്രികമായി കരുതിയ ഇത്തരം കാര്യങ്ങളൊക്കെ ഇന്ന് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിസ്സാരമായി മാറിയിരിക്കുന്നു. ഒരു സ്മാർട്ട് ഫോണിൻ്റെ സഹായത്തോടെ ഇന്ന് നമുക്കിതെല്ലാം സാധ്യമാണ് അല്ലേ? ഇപ്പോൾ നമുക്കൊരു സ്ഥലത്തേക്ക് പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ആ സ്ഥലം എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയാം. നമ്മുടെ വീട്ടിൽ നിന്നും അങ്ങോട്ടുള്ള ദൂരം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ആ സ്ഥലത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ഹിസ്റ്ററിയും നമുക്ക് ലഭ്യമാകും. അപ്പോൾ ഇതൊക്കെ കിട്ടുന്നത് നമുക്ക് ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. അതുപോലെ തന്നെ ഒരു കൈവിരൽ തുമ്പിൽ ഒന്ന് ചലിപ്പിച്ചാൽ മാത്രം മതി അല്ലേ?
ഇനി ഒരു കുട്ടി തയ്യാറാക്കിയ യാത്രാ വിവരണത്തിൻ്റെ ഏതാനും വരികളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ദൂരെ ഉയർന്ന് നിരനിരയായി കാണുന്ന കുന്നുകൾ, വെള്ളിനൂൽ പോലെ താഴേക്ക് ഒഴുകുന്ന അരുവികൾ, കുന്നുകൾക്കിടയിലെ ചോലാവനങ്ങൾ, എഴുന്നു നിൽക്കുന്ന കരിമ്പാറക്കൂട്ടങ്ങൾ, എത്ര നേരം നോക്കി നിന്നാലും മതിവരാത്തത്ര മനോഹരമായ കാഴ്ച. ക്യാമറ ഉപയോഗിച്ച് പ്രദേശങ്ങളുടെ ചിത്രങ്ങൾ പകർത്തി അവ നിരീക്ഷിച്ചുള്ള വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് ഇവിടെ യാത്രാക്കുറിപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതൊരു വിദൂര സംവേദന രീതിയാണ് അല്ലേ. എന്താണ് വിദൂര സംവേദന രീതി എന്ന് പറയുന്നത്? റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ കുറിച്ചുള്ള വിവരങ്ങൾ വിദൂരതയിൽ നിന്നും സ്പർശബന്ധം കൂടാതെ ഉപകരണങ്ങളുടെ സഹായത്തോടെ ശേഖരിക്കുന്ന രീതിയാണ് വിദൂര സംവേദനം എന്ന് പറയുന്നത്. ക്യാമറ ഉപയോഗിച്ച് ചിത്രങ്ങൾ പകർത്തി വിവരങ്ങൾ ശേഖരിക്കുന്ന രീതി മാത്രമാണോ വിദൂര സംവേദനം? അതുമാത്രമാണോ? അല്ല. ബലൂണുകൾ, വിമാനങ്ങൾ, കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്നിവയിലും ക്യാമറകൾ, സ്കാനറുകൾ, വിവരണ ശേഖരണത്തിനായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഇതൊക്കെ. എന്നിവ ഘടിപ്പിച്ച് ഭൂവിവരങ്ങൾ നമുക്ക് ശേഖരിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഭൂവിവരങ്ങൾ ശേഖരിക്കാനുള്ള ഉപകരണങ്ങൾ അഥവാ സംവേദങ്ങൾ ഘടിപ്പിച്ചിട്ടുള്ള പ്രതലങ്ങളെ പ്ലാറ്റ്ഫോമുകൾ എന്നാണ് പറയുന്നത്. ഓക്കെ, വിദൂര സംവേദനത്തിനായുള്ള പ്ലാറ്റ്ഫോമുകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി എഴുതൂ. ഇവിടെ എന്തൊക്കെയാണ്? ബലൂണ്, വിമാനങ്ങൾ, കൃത്രിമോപഗ്രഹങ്ങൾ. ഓക്കെ, അപ്പോൾ അവിടെ ബലൂണ് തന്നിട്ടുണ്ട്, വിമാനങ്ങളും കൃത്രിമോപഗ്രഹങ്ങളും കൂട്ടുകാർ എഴുതി ചേർക്കാം. ഇനി ഭൂവിവരങ്ങൾ ശേഖരിക്കാൻ നാം ആശ്രയിക്കുന്ന പ്ലാറ്റ്ഫോമുകളുടെ അടിസ്ഥാനത്തിൽ വിദൂര സംവേദനത്തെ മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്ന് ഭൂതല വിദൂര സംവേദനം, മറ്റൊന്ന് ആകാശീയ വിദൂര സംവേദനം, മറ്റൊന്ന് ഉപഗ്രഹ വിദൂര സംവേദനം. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് ഭൂതല വിദൂര സംവേദനമാണ്. ഓക്കെ, ടെറസ്ട്രിയൽ റിമോട്ട് സെൻസിങ് ആണ്. ഭൂതലത്തിൽ നിന്നും ഭൗമോപരിതല സവിശേഷതകൾ ക്യാമറകൾ ഉപയോഗിച്ച് പകർത്തുന്ന രീതിയാണ് ഭൂതല വിദൂര സംവേദനം എന്ന് പറയുന്നത്. അടുത്തത് ആകാശീയ വിദൂര സംവേദനമാണ്. ഏരിയൽ റിമോട്ട് സെൻസിങ് ആണ്. വിമാനത്തിൽ ഉറപ്പിച്ചിട്ടുള്ള ക്യാമറയുടെ സഹായത്തോടെ ആകാശത്ത് നിന്നും ഭൗമോപരിതല സവിശേഷതകളുടെ ചിത്രങ്ങൾ പകർത്തുന്ന രീതിയാണ് ആകാശ വിദൂര സംവേദനം പറയുന്നത്. അടുത്തത് ഉപഗ്രഹ വിദൂര സംവേദനമാണ്. സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് ആണ്. കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള സംവേദനങ്ങൾ വഴി ഭൂവിവരങ്ങൾ ശേഖരിക്കുന്ന പ്രക്രിയയാണ് ഉപഗ്രഹ വിദൂര സംവേദനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂന്ന് രീതികളാണെന്ന് കൂട്ടുകാരെ മനസ്സിലാക്കി വെക്കുക. ഇനി വിവിധതരം വിദൂര സംവേദന പ്രക്രിയാ രീതികൾ നിങ്ങൾ തിരിച്ചറിഞ്ഞല്ലോ. ഇനി അവയുടെ സാധ്യതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ആധുനിക ലോകത്ത് വിദൂര സംവേദനത്തിന് അനന്ത സാധ്യതകളാണുള്ളത്. അവയിൽ ചിലതാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഒന്ന് കാലാവസ്ഥാ പഠനത്തിന്, മറ്റൊന്ന് കാർഷിക മേഖലയിലെ പഠനത്തിന്, പ്രകൃതി വിഭവങ്ങളുടെ ലഭ്യത മനസ്സിലാക്കുന്നതിന്, വരൾച്ച, വെള്ളപ്പൊക്കം തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായ പ്രദേശങ്ങളെക്കുറിച്ച് വിവര ശേഖരണം നടത്തുന്നതിന്, അതുപോലെ തന്നെ വാർത്താവിനിമയത്തിന്. ഓക്കെ, വാർത്താവിനിമയത്തിന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി വിദൂര സംവേദനത്തിൻ്റെ കൂടുതൽ സാധ്യതകൾ വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കണ്ടെത്തി എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. ഇനി അടുത്തത് ഭൂവിവര വ്യവസ്ഥയാണ്. GISനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഭൂപട വിശകലനം, വിദൂര സംവേദനം തുടങ്ങിയ മാർഗങ്ങളിലൂടെ ഭൂമിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അഥവാ ഭൂവിവരങ്ങൾ ശേഖരിക്കുവാൻ കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ. ഈ മാർഗങ്ങളിലൂടെ ശേഖരിക്കുന്ന വിവരങ്ങളെ വിശകലനം ചെയ്ത് നിഗമനങ്ങൾ രൂപപ്പെടുത്തുവാനും ഭൂപടങ്ങൾ, ഗ്രാഫുകൾ, പട്ടികകൾ മുതലായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുവാനും കഴിയുന്നു. ഭൂവിവരങ്ങൾ വിശകലനം ചെയ്ത് ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനായി സോഫ്റ്റ്വെയർ അധിഷ്ഠിത കമ്പ്യൂട്ടർ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്നു. ഈ സാങ്കേതികവിദ്യയാണ് നമ്മൾ ഭൂവിവര വ്യവസ്ഥ അഥവാ GIS എന്ന് പറയുന്നത്, ജോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഭൂവിവര വ്യവസ്ഥയുടെ പ്രവർത്തനം വിശദമാക്കുന്ന ഡയഗ്രമാണ് ചുവടെ തന്നിട്ടുള്ളത്. എന്താണ്? ഉപയോക്താവിന് എന്തൊക്കെ വിവരങ്ങളാണ് ലഭിക്കുന്നത്? ഭൂപടങ്ങൾ, ഉപഗ്രഹ ചിത്രങ്ങൾ, ആകാശീയ ചിത്രങ്ങൾ, പട്ടികകൾ, ഗ്രാഫുകൾ, സർവേ തുടങ്ങിയവയിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി സാധിക്കുന്നു. ഇനി ഒരു ഭൂവിവര വ്യവസ്ഥാ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ വിവരങ്ങൾ വിശകലനം ചെയ്യുന്നു. പിന്നെയോ ഭൂപടങ്ങൾ, ഗ്രാഫുകൾ, പട്ടികകൾ, ത്രിമാന മാതൃകകൾ തുടങ്ങിയവ ഉൽപ്പന്നങ്ങളായിട്ട് മാറ്റിയെടുക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. ഇനി അടുത്തത് ഭൂവിവര വ്യവസ്ഥയെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? ഭൂവിവര വ്യവസ്ഥ പ്രയോജനപ്പെടുത്തുന്ന ഏതാനും മേഖലകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. നമുക്ക് വായിച്ചു നോക്കാം. ഒന്ന് വ്യവസായം, വാണിജ്യം, വിദ്യാഭ്യാസം, വാർത്താവിനിമയം, കൃഷി, ആസൂത്രണം, ജലസേചനം, ഗതാഗതം, പ്രകൃതി ദുരന്ത നിവാരണം, ടൂറിസം, വിഭവ പരിപാലനം. ഇതിലൊക്കെ എന്താണ്? GIS ആണ് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നത്. അതുപോലെ നഗരവൽക്കരണം, മത്സ്യബന്ധനം, പൊതു ആരോഗ്യം, അടിയന്തര സേവനം, കാലാവസ്ഥാ പഠനം എന്നിവ കൂടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്നുകൂടെ പറയാം. ഇവിടെ എഴുതി കൊടുക്കേണ്ടത് നഗരവൽക്കരണം, മത്സ്യബന്ധനം, പൊതു ആരോഗ്യം, അടിയന്തര സേവനം, കാലാവസ്ഥാ പഠനം. ഓക്കെ, ഇനി
ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം GPS പറഞ്ഞാൽ എന്താണ്? കൂട്ടുകാർ കേട്ടിട്ടുണ്ടാവും GPS എന്ന് പറയുന്നത്. എന്താണ് അപ്പോൾ GPS എന്ന് പറഞ്ഞാൽ? ഒരു വിമാനം ആകാശത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ സ്ഥാനം, പറക്കുന്ന ഉയരം, ദിശ, ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ എടുക്കുന്ന സമയം ഇതൊക്കെ കൃത്യമായി കണ്ടെത്തി തരുന്ന ഒരു സാങ്കേതിക വിദ്യയെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്നാണ് ഈ സാങ്കേതിക വിദ്യയെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിലൂടെ എന്താണ്? നമുക്ക് അതിൻ്റെ സ്ഥാനം, അതിൻ്റെ ഉയരം, ദിശ, ലക്ഷ്യസ്ഥാനം ഇവയൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഭൂമിയിലെ ഒരു വസ്തുവിൻ്റെ അക്ഷാംശ രേഖാംശ സ്ഥാനം, അതിൻ്റെ ഉയരം എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണിത്. ഇനി അതൊരു ചലിക്കുന്ന വസ്തുവാണെങ്കിലോ അതിൻ്റെ സ്ഥാനം, സഞ്ചാര ദിശ, സഞ്ചാര വേഗത, സമയം എന്നിവയൊക്കെ കൃത്യമായി നിർണ്ണയിക്കാൻ ഈ സാങ്കേതിക വിദ്യ കൊണ്ട് സാധിക്കും. വിമാനങ്ങൾ, കപ്പലുകൾ തുടങ്ങി വാഹനങ്ങളിലും GPS സംവിധാനം ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഒരു കൂട്ടം കൃത്രിമ ഉപഗ്രഹങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സ്കൂൾ ബസ്സിൽ GPS ഘടിപ്പിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ പോകുന്ന വഴിയൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഇനി ഇന്ത്യയിൽ ISRO വികസിപ്പിച്ചെടുത്ത ഭൂപട നിർമ്മാണ സംവിധാനമാണ് ഭുവൻ GIS എന്ന് പറയുന്നത്. വിദൂര സംവേദനം എന്നിവയുടെ പരമാവധി സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഈ സംവിധാനത്തിൻ്റെ സവിശേഷതകൾ വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി പ്രയോജനപ്പെടുത്തുന്നുവെന്ന് എങ്ങനെയാണെന്ന് അന്വേഷിച്ചറിയുക. ഇനി വിദൂര സംവേദനം, ഭൂവിവര വ്യവസ്ഥ, GPS എന്നീ നൂതന സങ്കേതങ്ങളുടെ സാധ്യതകൾ രാഷ്ട്ര നിർമ്മാണത്തിനും രാജ്യപുരോഗതിക്കുമായി പ്രയോജനപ്പെടുത്തുമ്പോഴാണ് മനുഷ്യജീവിതം കൂടുതൽ മെച്ചപ്പെടുന്നതും പൂർണ്ണമാക്കുന്നതും. നാം ആർജിക്കുന്ന ശാസ്ത്ര പുരോഗതിയും ശാസ്ത്രബോധവും നമുക്ക് നാടിൻ്റെ നന്മക്കായി പ്രയോജനപ്പെടുത്താം. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗത്തിൽ പറയുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഭൂപടങ്ങളും അതുപോലെ തന്നെ സാങ്കേതിക വിദ്യകളും ഇന്നത്തെ നമ്മുടെ ലൈഫിൽ ഉപയോഗപ്പെടുത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ അതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നും നമുക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെയൊക്കെയാണ് ഓരോ ഇൻഫർമേഷൻസ് കിട്ടുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കി അല്ലേ. അപ്പോൾ എത്രയധികം ഏതൊക്കെ തരത്തിലുള്ള ഭൂപടങ്ങളാണുള്ളത്, ഭൂപടങ്ങൾ എങ്ങനെയൊക്കെയാണ് നിർമ്മിക്കുന്നത്, അതിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ എല്ലാ ഭാഗങ്ങളും കൂട്ടുകാരെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുവിധം ഈ പാഠഭാഗത്തിൽ എന്തൊക്കെയാണോ പഠിച്ചത് അതൊക്കെ നമ്മൾ ആ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടെ കൂട്ടുകാർ കേട്ട് മനസ്സിലാക്കുക. അത് ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും കൂടെ ഒരുമിച്ചിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇനി ഇതിലെ തുടർ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ വിദ്യാലയത്തിൻ്റെ രൂപരേഖ തയ്യാറാക്കി നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിച്ച് വിവരങ്ങൾ ചിത്രീകരിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വിവിധതരം ഭൗതിക സാംസ്കാരിക ഭൂപടങ്ങൾ ശേഖരിച്ച് ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. വിവര സംവേദന മേഖലയിൽ ISRO കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ച് ചുമർ പത്രിക തയ്യാറാക്കാനും സാമൂഹ്യ ശാസ്ത്ര നിർമ്മാണ പുസ്തകത്തിൽ ഉൾപ്പെടുത്താനും പറയുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത പാഠഭാഗം എന്ന് പറയുന്നത് ബജറ്റ് വികസനത്തിൻ്റെ നേർരേഖ എന്നുള്ള 10ാമത്തെ പാഠഭാഗമാണ്. അത് നമുക്ക് നമ്മുടെ ക്രിസ്മസ് എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് ആ ഒരു പോർഷൻസ് ഒക്കെ എടുക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് നോക്കാം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് എല്ലാ സബ്ജക്റ്റിൻ്റെയും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ കൂട്ടുകാർക്ക് നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.